നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റാഫിഞ്ഞ തിരിച്ചെത്തിയിരിക്കുന്നു. FC ബാഴ്സലോണയുടെ ആരാധകർ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ് വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നതാണല്ലോ. ഇതാ ഹൻസി ഫ്ലിക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, താരം ബ്രസീലിലേക്ക് പോയിരിക്കുകയാണ്, അവിടെ കുറച്ച് നാൾ ഫാമിലിക്കൊപ്പം ചിലവഴിക്കും. ഞങ്ങൾ അദ്ദേഹവുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വീഡിയോ കോളിലൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് വളരെ പോസിറ്റീവായിട്ട് നിലനിർത്തുകയാണ് പ്രധാനം എന്നൊക്കെ കോച്ച് പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ താരം ബാഴ്സലോണയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു എന്ന കാര്യം സ്ഥിരീകരിക്കുന്നു. മുണ്ടോ ഡിപ്പോർട്ടിവോ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഏറെ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനോയും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റാഫിഞ്ഞ ബാക്ക് ഇൻ ബാഴ്സലോണ. ഇന്ന് റാഫിഞ്ഞ ബാഴ്സലോണയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. ഒരാഴ്ച ബ്രസീലിൽ അദ്ദേഹം ചെലവഴിച്ചു. പരിക്കിനെ തുടർന്ന് ഒരാഴ്ച ഫാമിലിക്കൊപ്പമൊക്കെ ചെലവഴിച്ചിട്ട് ആൾ തിരികെ ബാഴ്സലോണയിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മിഷൻ എന്ന് പറഞ്ഞാൽ എൽ ക്ലാസിക്കോക്ക് മടങ്ങിയെത്തുക. അതായത് മെയ് 10 ഇനി എൽ ക്ലാസിക്കോ. ഒരു മാസത്തോളം കാലം പുറത്തിരിക്കും. മെയ് 10 എൽ ക്ലാസിക്കോക്ക് മടങ്ങിയെത്തുക എന്നുള്ളതാണ് റാഫിഞ്ഞയുടെ അതായത് കളിക്കളത്തിലേക്കുള്ള മടങ്ങിവരവിൻ്റെ കാര്യമാണ് പറയുന്നത്. മെയ് 10 എത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. റാഫിഞ്ഞ വിൽ ബി ഔട്ട് ഫോർ 4 more weeks എന്ന് ഫബ്രിസിയോ റൊമാനോയും ഇപ്പോൾ സ്ഥിരീകരിച്ച് പറയുന്നു. ഏതായാലും ബാഴ്സയ്ക്ക് ഇതൊരു തിരിച്ചടിയാണ്. താരം ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള ഒരു ഘട്ടത്തിൽ പുറത്തിരിക്കേണ്ടി വരിക എന്നുള്ളത്. പക്ഷേ അതേസമയം തന്നെ അദ്ദേഹം നിരാശനാവാതെ പോസിറ്റീവായിട്ട് അദ്ദേഹത്തെ നിലനിർത്തുക എന്നുള്ളതും അവർക്ക് ചെയ്യേണ്ടതുണ്ട്. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നു. ഹൻസി ഫ്ലിക്ക് അത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റാഫിഞ്ഞയെ പോസിറ്റീവായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഏതായാലും ഇന്ന് ബാഴ്സലോണ വളരെ മികച്ച രൂപത്തിൽ പ്രിപ്പറേഷൻ നടത്തുകയാണ്. അവർക്ക് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഒരിക്കൽ കൂടി അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടാനുണ്ട്. ആ കളി നടക്കുന്നത് ബുധനാഴ്ചയാണ്. അതിനുള്ള ഒരുക്കങ്ങളുമായിട്ട് ഫ്ലിക്കും സംഘവും മുന്നോട്ട് പോകുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.